Good morning, students. നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രജിസ്ട്രേഷനെ കുറിച്ചായിരുന്നു. സോ എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ്റെ നെക്സ്റ്റ് പാർട്ട്. ദാറ്റ് മീൻസ് സെക്ഷൻ 29 അത് പറയുന്നതനുസരിച്ച് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നത്, നമ്പർ 1 ആൻഡ് നമ്പർ 2. ഓക്കെ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായി. നമുക്ക് നോക്കാം. സെക്ഷൻ 29 ദാറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓർ സസ്പെൻഷൻ വിത്ത് എഫക്ട് ഫ്രം 1/2/2019. ദാറ്റ് മീൻസ് നേരത്തെ രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതിൻ്റെ കൂടെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ആഡ് ചെയ്യും. എന്താ പറഞ്ഞിരിക്കണേ? സെക്ഷൻ 29 ഓഫ് ദ CGST ആക്ട് പറഞ്ഞിരിക്കുന്നത് ദ ഫോളോയിങ് പേഴ്സൺസ് ആർ അലൗഡ് ടു ക്യാൻസൽ GST രജിസ്ട്രേഷൻ. മനസ്സിലായോ? അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫ്, നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ ബൈ GST ഓഫീസർ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ദ ലീഗൽ ഹയർ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ ആരാണോ അവരുടെ ലീഗൽ ഹയേഴ്സിന് വേണമെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായി? പറയുന്നത് the above mentioned section has been amended. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ the word cancellation, the word or suspension shall be inserted. That means നേരത്തെ ഈ പറഞ്ഞ 1/2/2019 വരെ ക്യാൻസലേഷൻ എന്ന് പറയുന്ന വേർഡ് മാത്രമാണ് സെക്ഷൻ 29 യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്തു, ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു. മനസ്സിലായി? സോ പറഞ്ഞ കാര്യങ്ങൾ സെക്ഷൻ 29 ഓഫ് CGST ആക്ട് എന്താ പറഞ്ഞേ? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ് പറഞ്ഞേ. ആർക്കൊക്കെ ക്യാൻസൽ ചെയ്യാം? ഒന്നില്ലെങ്കിൽ ആരാണോ രജിസ്റ്റേർഡ് പേഴ്സൺ അങ്ങേർക്ക് സ്വമേധയാ തന്നെ ഇതിനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് GST ഓഫീസർക്ക് വേണമെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ആൻഡ് തേർഡ് വൺ ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ആരാണോ അവർക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. Cancellation by a registered person, registered taxpayer. അതായത് സെക്ഷൻ 29 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മളോട് പറയുന്നത് എന്താ, നമുക്ക് തന്നെ രജിസ്റ്റേർഡ് പേഴ്സണ് തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നോക്കാം. ഓക്കെ, ദ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST can himself or herself cancel the registration in any of the following cases. ഏതൊക്കെയാ? ഒന്ന്, ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്, നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല, നമ്മൾ ബിസിനസ് നിർത്താൻ പോകുമെന്ന് വിചാരിക്കുക. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് GST ക്യാൻസൽ ചെയ്യാം. And the second one, the business has been sold or transferred to some other party. That other party needs to be registered under GST. അതായത് നിങ്ങളുടെ കൈവശമുള്ള ബിസിനസ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇത് വേറൊരു ആൾക്കാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. കാരണം ഏറ്റെടുക്കുന്നത് ആരാണോ അങ്ങേരുടെ പാൻ നമ്പർ വെച്ച് അങ്ങേര് പുതിയ GSTക്ക് രജിസ്റ്റർ ചെയ്യും. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ is there is any change in the constitution of the business. അതായത് നമ്മുടെ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് പുതിയത് എടുക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അതിനെ മാറ്റിയിട്ട് ഫേം ആയിട്ട് കൺവേർട്ട് ആക്കി. അവിടെ കണ്ടോ, അവിടെ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറി, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി ആയിട്ട് മാറി. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും നിങ്ങൾ നിലവിലുള്ള GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് ആ പുതിയ ഫേമിന്റെ പേരിലോ അല്ലെങ്കിൽ പുതിയ കമ്പനിയുടെ പേരിലോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആൻഡ് ദ ഫോർത്ത് വൺ, ടേൺ ഓവർ ഈസ് നോട്ട് മോർ ദാൻ 20 lakhs. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? സോ 3 രീതിയിലാണ് ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ വരുന്നത്. ദ ഫസ്റ്റ് വൺ, രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫ്. ഓക്കെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു, അതല്ലെങ്കിൽ സെക്കൻഡ് വൺ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വേറെ ആർക്കെങ്കിലും നിങ്ങൾ സെയിൽ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റാൻ പോകുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ, നമുക്ക് എത്രയില്ല ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ത്രെഡ് ഹോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 20 lakhs എന്ന് പറയുന്നതില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, provided that during the pendency of the proceeding related to the cancellation of registration filed by the registered person, the registration may be suspended for such period and such manner as may be prescribed. അതായത് ഇതിനൊരു പ്രോസസ് ഉണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം പറഞ്ഞിരിക്കുന്ന ഫോമും ആ ഡേയ്സും അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും കുറച്ച് ദിവസമുണ്ട്. അതായത് ക്യാൻസൽ ചെയ്യാനുള്ള ഫോം നമ്മൾ കൊടുക്കണം.
ഓക്കെ, എന്നിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് അതിന്റെ റിപ്ലൈ തരും. അങ്ങനെ രജിസ്ട്രേഷന്റെ സമയത്ത് ചെയ്ത പ്രോസസ്സുകളെല്ലാം തന്നെ ഏതിനകത്തും വരും, ക്യാൻസലേഷൻ എന്ന് പറയുന്നതിനകത്തും വരും. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന സമയത്ത് ആ പെൻഡൻസി പീരീഡിനകത്ത്, മനസ്സിലായി, നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ പെൻഡൻസി പീരീഡ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പിൽ രജിസ്ട്രേഷൻ മേ ബി സസ്പെൻഡഡ്, രജിസ്ട്രേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി സസ്പെൻഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, such period and such manner as may be prescribed. ആ പറയുന്ന പ്രിസ്ക്രൈബ് ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, സോ 3 കേസാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ആദ്യത്തെ കേസ് രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ആദ്യത്തെ കേസിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഏത് വന്നില്ല, നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് വന്നില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ രജിസ്റ്റേർഡ് പേഴ്സണ് തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഓക്കെ, ക്യാൻസലേഷൻ ബൈ എ GST ഓഫീസർ. അതായത് ആദ്യം പഠിച്ചത് സെക്ഷൻ 29 സബ്സെക്ഷൻ 1 ആയിരുന്നു, ഇവിടെ പറയുന്നത് സെക്ഷൻ 29 സബ്സെക്ഷൻ 2. ഏതൊക്കെയാണ് സാഹചര്യം നോക്കി. ദാറ്റ് മീൻസ് ഇഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് വയലേറ്റഡ് എനി GST പ്രൊവിഷൻ ഓർ ലോ, GST ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാം. അതിനകത്ത് ആദ്യത്തെ, നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന് വിധേയമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ GST ആക്ടിന് എതിരായിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, എ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് നോട്ട് ഫൈൽഡ് ദ ടാക്സ് റിട്ടേൺ ഫോർ ദ 3 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ്. മനസ്സിലായി? അതായത് ഈ കോമ്പോസിഷൻ സ്കീം അനുസരിച്ച് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടേർലി ആണ്. സോ ഇങ്ങനെ 3 ക്വാർട്ടറായിട്ടും അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. കോമ്പോസിഷൻ സ്കീം എന്താണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഏതൊരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഓരോ സിംഗിൾ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ GST ഫയൽ ചെയ്യുന്നത്, ടോട്ടൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GST ഫയൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പോസിഷൻ സ്കീം എന്നാണ് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്വാർട്ടർലി മാത്രം എന്ത് സബ്മിറ്റ് ചെയ്താൽ മതി, റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളുണ്ട്, നമുക്ക് ആ ചാപ്റ്റർ അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായി? ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ, അങ്ങനെ കോമ്പോസിഷൻ സ്കീമിനകത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 3 ക്വാർട്ടറായിട്ടും എന്ത് ചെയ്തിട്ടില്ല, 3 ക്വാർട്ടർലി അല്ലെങ്കിൽ 3 ക്വാർട്ടറിനകത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ GST ഓഫീസർക്ക് നിങ്ങളുടെ ഏത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എ നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് നോട്ട് ഫയൽ റിട്ടേൺസ്, എങ്ങനെയാ, ഫോർ 6 months, അടുപ്പിച്ച 6 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന GST ഓഫീസർക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, എ വോളണ്ടറിലി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് നോട്ട് കമൻസ്ഡ് എനി ബിസിനസ് ഇൻ ദ 6 months ഫ്രം ദ രജിസ്ട്രേഷൻ ഡേറ്റ്. അതായത് വോളണ്ടറിലി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ടേൺ ഓവർ അത്ര ആയിട്ടില്ല, ദാറ്റ് മീൻസ് കമ്പൽസറി ആയിട്ട് ടേൺ ഓവർ അത്ര ആയിട്ടില്ല, കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്ന ട്രാൻസാക്ഷൻസും ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളണ്ടർലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ചുമ്മാ നമുക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ പേരിനകത്ത് നമുക്കൊരു ഒരു സ്ഥാപനത്തിന്റെ പേരിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ വളണ്ടർലി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടും ഓക്കെ, എനി ബിസിനസ് ഇൻ ദ 6 months ഫ്രം ദ രജിസ്ട്രേഷൻ ഡേറ്റ്, ചുമ്മാ അങ്ങ് GST പ്രകാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടു എന്നുള്ളൂ. പക്ഷേ അങ്ങനെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ടും 6 മാസമായിട്ടും നിങ്ങൾ യാതൊരുവിധ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കല്ല GST ഓഫീസർക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? And if the registration is obtained by fraud method, the proper officer has the right to cancel the registration with the retrospective effect. ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റി മുഖേനയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ GST ഓഫീസർക്ക് അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിനകത്ത് മുൻകാല പ്രാബല്യത്തോടു കൂടി എന്ത് ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയും സാഹചര്യങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോണേ, GST ഓഫീസർ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോണേ. പക്ഷെ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് നോക്കി, provided that the proper officer shall not cancel the registration without giving the person an opportunity of being here. മനസ്സിലായി? അതായത് ഈ പറയുന്ന രീതിയിൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ്, GST ഓഫീസർ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമുക്ക് തരും. സോ സെക്ഷൻ 29 സബ്സെക്ഷൻ 1 നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സ്വമേധ്യ ക്യാൻസൽ ചെയ്യാം. അതിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് വൺ, സെക്ഷൻ 29 സബ്സെക്ഷൻ 2, ആര് ക്യാൻസൽ ചെയ്യും, നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സന്റെ രജിസ്ട്രേഷൻ GST ഓഫീസർ ക്യാൻസൽ ചെയ്യും.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി. GST ആക്ടിന് എതിരായിട്ടാണ് നമ്മൾ പെരുമാറിയതെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പോസിഷൻ സ്കീമിനകത്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാർ അടുപ്പിച്ച 3 ക്വാർട്ടറിനകത്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നോർമൽ ആൾക്കാരാണെങ്കിൽ 6 മാസം, മനസ്സിലായി, അടുപ്പിച്ചുള്ള 6 മാസങ്ങളിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വളണ്ടറി ആയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു, പക്ഷേ 6 മാസമായിട്ടും രജിസ്ട്രേഷൻ കിട്ടിയിട്ട് 6 മാസമായിട്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ചെയ്യുന്നില്ലെങ്കിൽ, ആൻഡ് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റീസ് മുഖേനയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ, മനസ്സിലായി. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സാഹചര്യം തരും, ഒരു ഓപ്പർച്യൂണിറ്റി തരും. എന്നിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. സെക്ഷൻ 29 സബ്സെക്ഷൻ 2 നോക്കി. ഇനി പറയുന്ന കാര്യം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെക്ഷൻ 29 subsection 3 of the CGST Act 2017, the cancellation of registration under this section shall not affect the liability of the person to pay tax and other dues under this act, or to discharge any obligation under this act, or the rules made thereunder for a period prior to the date of cancellation, whether or not such tax and other dues are determined before or after the date of cancellation. അതായത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട ലൈബിലിറ്റി അടയ്ക്കാതിരിക്കണം എന്നല്ല പറയണേ, അല്ലെങ്കിൽ നിങ്ങൾ നിർവഹിക്കേണ്ട, നിങ്ങളുടെ ഒബ്ലിഗേഷൻസ് ഒന്നും ചെയ്യണ്ട എന്നല്ല പറയണേ, മനസ്സിലായി. GST അടച്ചിട്ടില്ല, ഒരു നല്ല എമൗണ്ട് ഓഫ് GSTയുടെ പെൻഡിങ് വന്നു, നമ്മൾ അങ്ങോട്ട് അടയ്ക്കാനുള്ളതാണ്. സോ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ടാക്സ് എമൗണ്ട് ഡ്യൂസ് ഉണ്ടെങ്കിലോ, അതെല്ലാം ക്യാൻസലായി എന്നല്ല അർത്ഥം. രജിസ്ട്രേഷൻ ക്യാൻസലായി എന്ന് പറഞ്ഞാൽ ആ ബാധ്യതകളൊക്കെ നിങ്ങൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കണം, മനസ്സിലായി. സെക്ഷൻ 29 subsection 3 and section 29 subsection 4 of the CGST Act 2017, the cancellation of registration under the under State Goods and Service Tax Act or Union Territory Goods and Service Tax Act, as the case may be, shall be deemed to be the cancellation of registration under this act. മനസ്സിലായി. അതായത് SGST പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ നിങ്ങൾ ക്യാൻസൽ ആക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതിനകത്തും ബാധകമാണ്, ഈ പറയുന്ന CGST ആക്ടിനകത്തും ബാധകമാണ്. മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടെ SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഏതിനും കൂടെ ബാധകമാണ്, ഈ പറയുന്നത് പോലെ നമ്മുടെ CGST ആക്ട് പ്രകാരം ബാധകമാണ്. സോ സെക്ഷൻ 29 subsection 1 രജിസ്ട്രേഷൻ ബൈ ഹിംസെൽഫ്, and number 2 ഏതായിരുന്നു cancellation of registration by the GST officer, and number 3 എന്താ പറഞ്ഞിരിക്കണേ, ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒബ്ലിഗേഷൻസ് ഇല്ലാന്നോ നിങ്ങളുടെ ഡ്യൂസ് പേ ചെയ്യണ്ടോ എന്നല്ല പറഞ്ഞിരിക്കണേ. ആൻഡ് നമ്പർ 4 സബ്സെക്ഷൻ നമ്പർ 4 എന്തായിരുന്നു, SGST പ്രകാരമോ UTGST പ്രകാരമോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ഏതിനും ബാധകമാണ്, CGSTക്കകത്തും ബാധകമാണ്, മനസ്സിലായി. ഇനി സെക്ഷൻ 29 subsection 5 ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണം. ഓക്കെ, അതായത് സാധാരണ രീതിയിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നതിനകത്ത് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിച്ച ഗുഡ്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 1000 യൂണിറ്റ് നിങ്ങൾ ഗുഡ്സ് വാങ്ങിച്ചു, ഒരു 1000 യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെയെങ്കിലും ഒരു 1000 യൂണിറ്റ്സ് നിങ്ങൾ ഗുഡ്സ് വാങ്ങിച്ചു. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു 2000 rupees ടാക്സ് ആയിട്ട് പേ ചെയ്തു. 2000 rupees ടാക്സ് ആയിട്ട് പേ ചെയ്തു. പറയുന്ന എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കണം, കാരണം സബ്സെക്ഷൻ നമ്പർ 5 എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു പ്രോബ്ലം കൂടെ ഒക്കെ ചെയ്യിപ്പിക്കേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി. സോ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിച്ചത്. ഇൻപുട്ട് ഗുഡ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ടേം ശ്രദ്ധിക്കണേ. ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിച്ചത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ 1000 ഗുഡ്സ് വാങ്ങിച്ചത് 1 ജാനുവരിയിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ 2000 രൂപ ടാക്സ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഈ അടച്ചിരിക്കുന്ന 2000 rupees എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ആണ്, അല്ലെ? ഈ അടച്ചിരിക്കുന്ന 2000 rupees എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ആണ്. നമുക്ക് അതിന് എന്ത് ക്ലെയിം ചെയ്യാം? ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം, മനസ്സിലായി? അങ്ങനെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സെയിൽ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഈ 1000 പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ 1000 പ്രൊഡക്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന 2000 രൂപ എന്ന് പറയുന്ന ടാക്സ് ക്ലെയിം ചെയ്യാൻ പാടൂ എന്നില്ല. സിറ്റുവേഷൻ മനസ്സിലായി? ഇപ്പൊ നമുക്ക് ഓൾറെഡി വേറെ ഏതെങ്കിലും ഗുഡ്സ് സെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടാക്സിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്നത് മൈനസ് ചെയ്യാം. ഓക്കെ,
പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അത് വളരെ ബേസ് ആണ്, അത് മനസ്സിലാക്കിയാലേ എനിക്ക് ഈ സബ്സെക്ഷൻ നമ്പർ 5 പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയായിരുന്നു? അതായത് വാങ്ങിച്ച ഗുഡ്സ് തന്നെ വിൽക്കണമെന്നില്ല. ഏത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഇതേ സാധനം തന്നെയാണ് നമുക്ക് ഏതിനകത്തും അപ്ലിക്കബിൾ ആവണേ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും. ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ്സോ അല്ലെങ്കിൽ ലോങ് റണ്ണിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗുഡ്സ്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തോട്ട് പുതിയ കുറെ ബെഞ്ചും ഡെസ്കും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. അത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. മനസ്സിലായോ? ആ ക്യാപിറ്റൽ ഗുഡ്സ് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിച്ചിരിക്കണേ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ അങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുന്ന നേരത്ത് ഞാൻ ഒരു എമൗണ്ട് ഓഫ് GST പേ ചെയ്തിട്ടാണ് ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കണേ. നിങ്ങൾ എനിക്ക് ഫീസ് അടയ്ക്കുമ്പോൾ ഞാൻ ഗവൺമെന്റിലോട്ട് GST അടയ്ക്കണം. ആ GSTയിൽ നിന്ന് എനിക്ക് ഏതും കൂടെ അങ്ങ് മൈനസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ GSTയും കൂടെ അങ്ങ് മൈനസ് ചെയ്യാം. പക്ഷേ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടെന്ന് മാത്രം. മനസ്സിലായി? സോ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്നത് 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ് വാങ്ങിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗുഡ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഈ ലോങ് റണ്ണിലോട്ട് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ്. മനസ്സിലായി? ഈ ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിക്കുവാണെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുവാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും എന്ത് കൊടുത്തേ പറ്റൂ? ടാക്സ് കൊടുത്തേ പറ്റൂ. അങ്ങനെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സ് സെയിൽ ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗുഡ്സ് സെയിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഓക്കെ. സെക്ഷൻ 29 subsection 5. Okay, every registered person whose registration is cancelled shall pay an amount by way of debt in electronic credit ledger or electronic cash ledger equivalent to the credit of input tax in respect of inputs held in stock and inputs contained in semi-finished and finished goods held in stock or capital goods or plant and machinery on the day immediately preceding the date of such cancellation or the output tax payable on such goods whichever is higher. Okay, calculated in such manner as may be prescribed. മനസ്സിലായി? കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളൊരു കള്ളത്തരം കാണിക്കാൻ പോകാം. അതായത് നമുക്കൊരു 5 ലക്ഷം രൂപ GST നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ല. ഞാൻ പറയുന്ന എക്സാമ്പിൾ മനസ്സിലാക്കണേ. കുറേ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തു, നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാ. നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ 5 ലക്ഷം രൂപയുടെ GST ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? സോ സിറ്റുവേഷൻ നമ്പർ 1, നമ്മൾ ഈ 5 ലക്ഷം രൂപ പേയ്മെന്റ് നടത്താതെ അല്ലെങ്കിൽ ഈ GST ഡ്യൂ ആ പേയ്മെന്റ് നടത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞതുപോലെ ക്യാൻസൽ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ നമ്പർ 1. ആൻഡ് സിറ്റുവേഷൻ നമ്പർ 2, ഇങ്ങനെ 5 ലക്ഷം രൂപയുടെ GST പേ ചെയ്യണം എന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? നമ്മൾ ഒരാവശ്യമില്ലെങ്കിൽ പോലും കുറേ ഇൻപുട്ട് ഗുഡ്സ് വാങ്ങിച്ചു, അല്ലെങ്കിൽ കുറേ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? വാങ്ങിച്ച ഗുഡ്സ് തന്നെ വിൽക്കണമെന്ന് നിർബന്ധമില്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ. സോ നാളെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോണേ. നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോണോ നാളെയാണ്. സോ നമ്മളെല്ലാവരും കൂടെ ഒരു കള്ളത്തരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. സോ നമ്മൾ അവിടെ ചെയ്തൊരു കാര്യം, ആവശ്യമില്ലാത്ത കുറേ ഇൻപുട്ട് ഗുഡ്സുകൾ നമ്മൾ വാങ്ങിച്ചു. എന്നിട്ട് ഒരു 4.5 ലക്ഷം രൂപ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഉണ്ടാക്കി. മനസ്സിലായി? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്ര രൂപ മാത്രമായി? 50,000 രൂപ മാത്രമായി. അല്ലെ? കാരണം എന്താ? നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സിനെ നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? നോർമലി 5 ലക്ഷം രൂപ ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടതാണ്. നമ്മൾ അത് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കുറേ ഗുഡ്സ് വാങ്ങിച്ചു. ആ വാങ്ങിച്ച ഗുഡ്സിന്റെ എല്ലാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക. ഓൾറെഡി നമ്മൾ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ നമ്മളോട് പറയുന്നതിന് എന്താണെന്നറിയാമോ? ദാറ്റ് മീൻസ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ സ്റ്റോക്ക് ഉള്ളത്, മനസ്സിലായി? റോ മെറ്റീരിയൽ ആയിട്ടോ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടോ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടോ, നിങ്ങളുടെ കയ്യിൽ എത്ര ഗുഡ്സ് ആണോ സ്റ്റോക്ക് ഉള്ളത്, ആ സ്റ്റോക്കുള്ള ഗുഡ്സിനകത്ത് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ
ഓക്കെ, എങ്ങനെയായിരുന്നു? ആ സ്റ്റോക്കുള്ള ഗുഡ്സിനകത്ത് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? റീപേ ചെയ്യേണ്ടി വരും. മനസ്സിലായി? എങ്ങനെയാ പറഞ്ഞിരിക്കണേ? whichever is higher, that means output tax payable of such goods whichever is higher. അതായത് അങ്ങനെയുള്ള ഗുഡ്സിന്റെ ഔട്ട്പുട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ആണോ ഓൾറെഡി നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണോ, whichever is higher എത്രയാണ്, അത് നമ്മൾ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ, അറ്റ് ദ ടൈം ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ റോ മെറ്റീരിയലിനോ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനോ ഫിനിഷ്ഡ് ഗുഡ്സിനോ എത്രയാണോ GST ആയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ എത്രയാണോ ക്ലെയിം ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് ആണോ അല്ലെങ്കിൽ ആ ഗുഡ്സിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി ആണോ, whichever is higher, നിങ്ങൾ എന്തായിട്ട് പേ ചെയ്യേണ്ടി വരും? ഗവൺമെന്റിലോട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അത് എന്തിനാന്ന് മനസ്സിലായല്ലോ? അതിനാണ് നമ്മൾ നേരത്തെ ആ കള്ളത്തരത്തിനെ കുറിച്ച് പറഞ്ഞത്. ഏതാ? ചുമ്മാ ആവശ്യമില്ലാതെ കുറെ ഗുഡ്സ് വാങ്ങിച്ചു വെച്ചു. ഓക്കെ, എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പോകണ്ടോ. സോ ആവശ്യമില്ലാത്ത കുറെ ഗുഡ്സ് വാങ്ങിച്ചു വെച്ചു, എന്നിട്ട് ആ ഗുഡ്സിന്റെ എല്ലാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിമും ചെയ്തു. സോ ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ അത്രയും കുറച്ച് ഗവൺമെന്റിലോട്ട് ടാക്സ് അടച്ചാൽ മതി. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ചെയ്തോ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ നിങ്ങളുടെ റോ മെറ്റീരിയൽ എത്രയാണ്, നിങ്ങളുടെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്, നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണെന്ന് നോക്കും. ആ ഫിനിഷ്ഡ് ഗുഡ്സിനകത്തോ റോ മെറ്റീരിയലിനകത്തോ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനകത്തോ നിങ്ങൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ കൊടുത്ത ഇൻപുട്ട് ടാക്സ് നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ഗുഡ്സിന്റെ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണോ, അല്ലെങ്കിൽ ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന നേരത്ത് നിങ്ങൾ കൊടുക്കേണ്ട ഔട്ട്പുട്ട് ടാക്സ് എത്രയാണോ, whichever is higher എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാക്സ് പേയബിൾ whichever is higher, അതിനെ നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ടാക്സ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ആ ബിഫോർ ക്യാൻസലേഷൻ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഇത് ഇൻപുട്ട് ഗുഡ്സിനെ കുറിച്ച്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഒരു കാര്യം കൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മിഷനറി ദ ടാക്സബിൾ പേഴ്സൺ ഷാൾ പേ ആൻ എമൗണ്ട് ഈക്വൽ ടു ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടേക്കൺ ടു ദ സെഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മിഷനറി റെഡ്യൂസ്ഡ് ബൈ സച്ച് പെർസെന്റേജ് പോയിന്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബഡ് ഓർ ടാക്സ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് സച്ച് ക്യാപിറ്റൽ ഗുഡ്സ് അണ്ടർ സെക്ഷൻ 15 whichever is higher. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4 വർഷം ലൈഫുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് പോട്ടെ, ഒരു 3 വർഷം ലൈഫുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുന്ന നേരത്ത് നിങ്ങൾ 3 ലക്ഷം രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സിനെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ ക്യാപിറ്റൽ ഗുഡ്സ് 3 വർഷം ലൈഫുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 3 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ കൊടുത്ത ടാക്സ് ഫുള്ളായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിമും ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി, 3 ലക്ഷം രൂപ ക്ലെയിം ചെയ്തത് 3 വർഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ 3 ലക്ഷത്തിനകത്ത് 1 ലക്ഷം രൂപ മൈനസ് ചെയ്ത് ബാക്കി 2 ലക്ഷം രൂപ നിങ്ങൾ എന്തായിട്ട് അടക്കേണ്ടി വരും? ഗവൺമെന്റിലോട്ട് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. മനസ്സിലായി? കാരണം എന്താ? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന 3 ലക്ഷം രൂപ ഓൾറെഡി മൈനസ് ചെയ്തു അല്ലെ? ഓൾറെഡി 3 ലക്ഷം രൂപ മൈനസ് ചെയ്തു. പക്ഷേ അത് ആകെ ഇപ്പോൾ 3 വർഷത്തിന് വേണ്ടി വാങ്ങിച്ചത് ആകെ ഇപ്പോൾ 1 വർഷം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾ ക്രെഡിറ്റ് ക്ലെയിം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാലൻസ് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ വാല്യൂ പ്രകാരം കൊടുക്കേണ്ട GST എമൗണ്ട് ആണോ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ, whichever is higher, ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു പ്രോബ്ലം കൂടെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ആ പ്രോബ്ലം കൂടെ അങ്ങ് ഡിസ്കസ് ചെയ്യാം. സോ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. അതായത് ദ ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ റിക്വസ്റ്റ് ക്യാൻസലേഷൻ ത്രൂ ആൻ അപ്ലിക്കേഷൻ ഇൻ കേസ് ഡെത്ത് ഓഫ് ദ പേഴ്സൺ. മനസ്സിലായി? രജിസ്റ്റേർഡ് പേഴ്സൺ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലീഗൽ ഹയേഴ്സ് ആരാണോ അവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 29 പ്രകാരം നമ്മുടെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ വരുന്നത്. അതിനകത്ത് ആ 29(5) ആണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്തേക്ക്. നോക്കി, റോയൽ ലിമിറ്റഡ് ഹാസ് ബീൻ അപ്ലൈഡ് ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ദ സെയിം ഈസ് എഫക്റ്റീവ് ഫ്രം 15th November 2017. ഓക്കെ, സോ
ഡേറ്റ് ശ്രദ്ധിക്കണേ 15th November 2017. The following information is supplied on 14th November 2017. നോക്കാം എന്തൊക്കെയാണ് ഇൻഫർമേഷൻ നോക്കാം. ദ ഇൻപുട്ട് കോസ്റ്റ് 1,44,720 ആർ ലേയിങ് സ്റ്റോക്ക്. അതായത് റോ മെറ്റീരിയൽ സ്റ്റോക്ക് ആയിട്ട് എത്ര കിടപ്പുണ്ട്? 1,44,720 രൂപയുടെ റോ മെറ്റീരിയൽ സ്റ്റോക്ക് കിടപ്പുണ്ട്. അതിന് നമ്മൾ എത്ര ശതമാനം GST അടച്ചിട്ടുണ്ട്? 12% GST അടച്ചിട്ടുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് എത്രയോ രൂപയുടെ റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഫുൾ എമൗണ്ട് ഓഫ് GST എന്ന് പറയുന്ന സാധനം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അത് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സപ്പോസ് ഇതൊരു 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. ഒരു 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ വാങ്ങിച്ചത്. 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങിക്കുന്ന നേരത്ത് 12% GST കൊടുക്കുന്ന നേരത്ത് 60,000 രൂപ നമ്മൾ GST ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന പോലെ 1,44,720 രൂപയുടെ ഇപ്പോഴും സ്റ്റോക്ക് ആയിട്ട് കിടപ്പുണ്ട്. മനസ്സിലായി? സോ ഇത് സെയിൽ ചെയ്യുമ്പോഴേ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവുള്ളൂ, അപ്ലൈ ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. എത്ര ശതമാനം? 12%. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ ചെയ്യുന്നത് നോക്കിയേ, 1,44,720 ഇൻറ്റു 12% എത്ര വരും? 17,366 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അത് ഇവരവിടെ സമ്മതിക്കില്ല. സിറ്റുവേഷൻ മനസ്സിലായി? സോ എത്രയാണോ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നത് ആ സ്റ്റോക്കിനകത്ത് വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ആൻഡ് ദ സെക്കൻഡ് വൺ, ദ ഇൻപുട്ട് കോസ്റ്റിംഗ് 77,184 ആർ ഇൻ ദ പ്രോസസ്. വർക്ക് ഇൻ പ്രോസസ് ആയിട്ട് 77,184 രൂപയുണ്ട്. അതിന് നമ്മൾ 12% GST അടച്ചിട്ടുണ്ട്. സോ നോക്കി, വർക്ക് ഇൻ പ്രോഗ്രസ് 77,184 ഇൻറ്റു 12% എത്ര വരും? 9,262 വരും. And the last one, the finished goods valued at rupees 4,84,400. 4,84,400 രൂപയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെയിൽ ചെയ്യാൻ ഭാഗത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർ ഇൻ ദ സ്റ്റോക്ക്, ദ ഇൻപുട്ട് കോസ്റ്റ് ഈസ് 50% ഓഫ് ദ വാല്യൂ. അതായത് പ്രോഫിറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് 4,82,400. പ്രോഫിറ്റ് അല്ല, ബാക്കി വാല്യൂ അഡീഷൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 4,82,400 രൂപ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ആ ഫിനിഷ്ഡ് ഗുഡ്സിനകത്ത് ഇൻപുട്ട് എത്രയുണ്ട്? 50% ഇൻപുട്ടാണ്. മനസ്സിലായി? സോ ആ 4,84,400ന്റെ 50% നമ്മൾ ഇൻപുട്ട് ആണെന്ന് മീൻസ് റോ മെറ്റീരിയൽ ആണ്, നമ്മൾ അത് പർച്ചേസ് ചെയ്തതാണ് അല്ലെ? സോ ആ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ എത്ര ശതമാനം ടാക്സ് കൊടുത്തിട്ടുണ്ടാവും? 12% ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ബാക്കിയുള്ള രണ്ട് നമുക്ക് സ്ട്രൈറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വാല്യൂ അഡീഷൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 4,82,400 റുപ്പീസ് ആണെന്ന് പറഞ്ഞിരിക്കണേ. സോ അതിന്റെ 50% വാല്യൂ അഡീഷൻ ആണ് നമ്മൾ മാറ്റി വെച്ചു. ബാക്കി 50% ആണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ 12% ടാക്സ് അടച്ചിട്ടുണ്ടാവും. ആ അടച്ച ടാക്സ് നമ്മൾ എന്തായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി? സോ നോക്കിയേ, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എത്ര വരും? മൂന്നും കൂടെ ആഡ് ചെയ്യുന്ന നേരത്ത് ടോട്ടൽ 55,572,000 നമ്മൾ അധികം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് കണ്ടോ, the Royal Limited also purchased capital goods for rupees 2 lakh paying GST 12%. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് 2 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് വാങ്ങിച്ചിരിക്കണത് നോക്കി, ജൂലൈയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസമേ ആയിട്ടുള്ളൂ. മനസ്സിലായി? 5 മാസം മുമ്പാണ് 2 ലക്ഷം രൂപയ്ക്ക് ആ ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സിന്റെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ പറയുന്നത് പോലെ ഇനി അടുത്ത എന്താ? GST പേയബിൾ ഓൺ ഇൻപുട്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ദ ക്യാൻസലേഷൻ. എത്രയാ? 2,79,104 രൂപയാണ്. എന്താ GST പേയബിൾ? GST payable on inputs and finished goods as on the date. That means ഇത് മൂന്നും കൂടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ GST payable എന്ന് പറയുന്നത് എത്ര വരും? 2,79,104 രൂപ വരും. സോ നമ്മൾ പഠിച്ചത് പ്രകാരം ഇതിന്റെ ഇൻപുട്ട് ക്രെഡിറ്റ് ആണോ ഓർ GST payable, whichever is higher വേണം നമ്മൾ നോക്കാം അല്ലെ? സോ നോക്കി, ഇതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അഡീഷണലി നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 55,572 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ GST payable എന്ന് പറയുന്നത് എത്ര വരും? 2,79,104 രൂപ വരും. സോ വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപ ടാക്സ് ആയിട്ട് അടക്കണം? ഈ പറയുന്ന 2,79,104 റുപ്പീസ് ടാക്സ് ആയിട്ട് അടക്കണം. സോ ക്യാപിറ്റൽ ഗുഡ്സ് അവിടെ നിൽക്കട്ടെ. ഇൻപുട്ട് ഗുഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻപുട്ട് ഗുഡ്സിനകത്ത് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ഗുഡ്സിനകത്ത് ഓൾറെഡി ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അത് അല്ലെങ്കിൽ അതിന്റെ GST പേയബിൾ വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ എന്തായിട്ട് കൊടുക്കണം? അറ്റ് ദ ടൈം ഓഫ് ക്യാൻസലേഷൻ നമ്മൾ കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാ.
ഓക്കെ, സപ്പോസ് 5 വർഷം, നോർമൽ കേസിനകത്ത് 5 വർഷമാണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ലൈഫ്. മനസ്സിലായി? 5 വർഷം എന്ന് പറയുമ്പം 5 × 12 60 മാസം വരും. പക്ഷേ ഇവിടെ ആകെ എത്ര മാസം വരെ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ? എത്ര മാസം വരെ യൂസ് ചെയ്തിട്ടുള്ളൂ? 5 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? 5 months ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈയിലാണ്. സോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 60 മാസത്തേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ആ 2 ലക്ഷം രൂപയുടെ 28% GST നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത GST നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആകെ 5 മാസമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ നോക്കി, GST പേയബിൾ ഓൺ ക്യാൻസലേഷൻ, GST പേയബിൾ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് എത്രയാ? 16,000. GST പേയബിൾ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് 16,000. സോ അവിടെയും ഈ പറയുന്ന പോലെ വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. ദാറ്റ് മീൻസ് ഇതാണോ, ക്യാപിറ്റൽ ഗുഡ്സ് 2 lakh വരും. ആ 2 lakhന്റെ 28% ആണ് ടാക്സ് കൊടുത്തത്, ഇൻറ്റു 55/60. അവിടെ 5 മാസം പോയി. 5 മാസത്തെ നമുക്ക് ക്ലെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം 5 മാസം നമ്മളത് യൂസ് ചെയ്തതാണ്. ഇനി 55 മാസം ഉണ്ട് അത് യൂസ് ചെയ്യാൻ അല്ലേ? ആ യൂസ് ചെയ്യാത്തത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടില്ല. സോ എത്ര വരും? 51,333 രൂപ വരും. ഓർ ഇതിന്റെ GST പേയബിൾ എന്ന് പറയുന്നത് 16,000, വിച്ച് അവർ ഈസ് ഹയർ എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ 51,333 വരും. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ എന്തൊക്കെയാ പറഞ്ഞേ? ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്യാൻസലേഷന്റെ സമയത്ത് എത്രയാണോ നമ്മുടെ GST പേയബിൾ, ഏതിൻ്റെ? സ്റ്റോക്കിൻ്റെ. ആ സ്റ്റോക്കിൻ്റെ GST പേയബിളിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തിരിക്കണേ നോക്കണം. വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ ഇപ്പോൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. സിറ്റുവേഷൻ മനസ്സിലായാലും ക്യാപിറ്റൽ ഗുഡ്സിനും ഇതേപോലെ തന്നെയാണ്. പക്ഷേ എത്രത്തോളമാണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് വേണ്ടാന്ന് വെക്കാം. ഇനി യൂസ് ചെയ്യാനുള്ളത് എത്രയാണോ, ദാറ്റ് മീൻസ് അനധികൃതമായിട്ട് എന്ന് തന്നെ പറയാം അല്ലേ? അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എത്രയാണോ നമ്മൾ ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട്, ഓർ ഇതിൻ്റെ GST പേയബിൾ, ഈ ഗുഡ്സിൻ്റെ GST പേയബിൾ എത്രയാണോ വിച്ച് എവർ ഈസ് ഹയർ നമുക്ക് നോക്കാം. അത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ടാക്സ് പേയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് അത് പേ ചെയ്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഞാൻ ആ പോയിന്റ് വായിച്ചപ്പം ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നതിനേക്കാൾ നല്ലതൊരു പ്രോബ്ലം ബേസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്. ആൻഡ് ഒരെണ്ണം കൂടെ പെൻഡിങ് ഉണ്ട്, റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയോട് കൂടി നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. ഓക്കെ, ബൈ.